പെൻഷൻ സാധാരണഗതിയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷേ കുടിശ്ശിക ഇപ്പോഴും ബാക്കിയാണ്. ആ കുടിശ്ശിക കൊടുക്കാനുള്ള അവസരമായിട്ട് ഇവർ കാണുന്നത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്ന കുടിശ്ശികയെക്കുറിച്ചാണ് നിങ്ങൾ ഇങ്ങനെയാണോ കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും പാവപ്പെട്ടവർക്കായി നൽകാൻ ഉദ്ദേശിച്ച ആ പെൻഷനെ നിങ്ങൾ പരിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ഈ പെൻഷൻ കുടിശ്ശികക്ക് എന്താണ്, കുടിശ്ശിക കൊടുക്കാനുള്ള പ്രയോറിറ്റി എന്താണെന്നാണ് എൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം. അതിനെ വളച്ചൊടിച്ച്, ആ ഒരു ഭാഗം മാത്രം വളച്ചൊടിച്ച് ഞാൻ ജനങ്ങളോട് കൈക്കൂലി വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇത് ആർക്ക് വിശ്വസിക്കാൻ പറ്റുന്നു? മറുപടി പറയണം. കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മറുപടി പറയേണ്ട കാര്യമുണ്ട്. എത്ര കോടി കുടിശ്ശികയുണ്ട് നമ്മുടെ ക്ഷേമനിധി ബോർഡുകൾക്ക് കൊടുക്കാൻ? എല്ലാ ക്ഷേമനിധികളും പാവപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമനിധിയല്ലേ? ഇപ്പൊ പാവപ്പെട്ട തൊഴിലാളികൾ വർഗ പാർട്ടിയാണെന്നല്ല പറയുന്നത്. നമ്മുടെ ക്ഷേമനിധി ബോർഡുകളിൽ മാത്രം ഒരു സമ്പാദത്തിന് തയ്യാറാകും കൊടുക്കാനുള്ള കുടിശ്ശിക എത്രയാണ്? തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ്, എല്ലാത്തിനും കുടിശ്ശികയല്ലേ? നെൽകൃഷിക്കാരന് അവന്റെ നെല്ല് വിറ്റാ കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ എത്ര നാളായി ഇതിനുവേണ്ടി സമരം ചെയ്തത്? നെൽകാർഷിക എന്തിനേറെ പറഞ്ഞ് മൃഗങ്ങൾ കൊന്ന് മനുഷ്യന്മാരുടെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ച നഷ്ടപരിഹാരത്തിന് സമയത്തിന് കൊടുക്കാൻ ഇവർ തയ്യാറുണ്ട്. ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ടാക്കി അത് സമയത്തിന് കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഇത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത. സാമ്പത്തിക രംഗത്ത് അവർക്കുള്ള പ്രയോറിറ്റി വേറെ ചില കാര്യങ്ങളാണ്. സർക്കാരിൻ്റെ PR-ന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് പണം ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ ദിവസവും മുഖ്യമന്ത്രിയുടെ പടം വെച്ച വാർത്തകൾ എല്ലാ ദിവസവും കാണാനുണ്ട്. അതിന് പണത്തിന് ബുദ്ധിമുട്ടില്ല. അപ്പം ഇത് ചൂണ്ടിക്കാണിച്ചതിനെ അവർക്ക് ജാള്യത ഉണ്ടായതിന് പുറത്ത് ചോദിച്ച ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവർ മറുപടി പറയണം. ഒരു നിയോജകമണ്ഡലത്തിലൂടെ 40,000 പേരെങ്കിലും പെൻഷൻ വാങ്ങുന്നവരുണ്ട് ഈ 66 ലക്ഷം എന്നെടുക്കുമ്പോൾ. അപ്പോൾ നിലമ്പൂരിൽ ഇതുപോലെ 40,000-നും 50,000-നും ആൾക്കാരുണ്ട്. ഇതൊരു വോട്ടിങ്ങിൽ കേസിയുടെ പ്രസ്താവന തിരിച്ചടിയാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കൃത്യമാണല്ലോ. ഞാൻ പറഞ്ഞ അവർക്ക് കിട്ടേണ്ടത് അവരുടെ അർഹതയാണ്. അവർക്ക് അർഹമായിട്ടുള്ള പെൻഷനാണ്. അവർക്ക് സമയത്തിന് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വാദിച്ചത്. അല്ല, KN ബാലഗോപാൽ പറയുന്നു. പിന്നെ MV ഗോവിന്ദൻ പ്രകടനവും നടത്തി നിലമ്പൂരിൽ. അതൊക്കെ നടത്തിക്കോട്ടെ. നിലമ്പൂരിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വല്ല ആശങ്കയുണ്ട്? എഴുതി വെച്ചു. റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് MLA ആയിരിക്കും. ഈ 19-ാം തീയതി കഴിഞ്ഞ് 23-ാം തീയതി കാര്യമല്ലേ അത്രേ ഉള്ളൂ. 19 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിലൊത്തൊന്നും ഒരു വേവലാതിയും വേണ്ട. ഇതൊക്കെ പാവപ്പെട്ടവർക്ക് വേണ്ടി കാര്യങ്ങൾ പറയുമ്പോൾ അത് തിരിച്ചടിയാവുന്ന ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ധരിക്കുന്നവരല്ല. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ്, സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം ഞങ്ങൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇത് മാത്രമല്ലല്ലോ പറഞ്ഞത്. ഇത് മാത്രമല്ല പറഞ്ഞത്. മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് പറഞ്ഞിരുന്നു. ദേശീയപാതയിലെ ഏറ്റവും വലിയ അഴിമതി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രി അവിടെ പോയിട്ട് സന്ദർശിക്കാത്ത കാര്യം പറഞ്ഞിരുന്നു. ആശാപ്രവർത്തകന്മാർ സമരം നടത്തിയപ്പോൾ അവർ ബക്കറ്റ് പിരിച്ചിട്ടാണ് നടത്തുന്നതെന്ന് പറഞ്ഞു അധിക്ഷേപിച്ചവർക്ക് നിങ്ങൾ ആ ചോദ്യം അവരോട് ചോദിക്കേണ്ടതല്ലേ? ഈ ചോദ്യം ആശാപ്രവർത്തകർ പാവപ്പെട്ടവർ പാട്ട കുലുക്കിയിട്ടാണ് അവര് സമരം നടത്തുന്നത്. അതിന് വേണ്ടിയിട്ടാണ്, പാട്ട് പിരിവിന് വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നതെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവര് എന്തെല്ലാം രാഷ്ട്രീയം നടത്തിയത് ആശാപ്രവർത്തകന്മാർക്കെതിരായിട്ട്. അവർ എന്നെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഈ നിലമ്പൂരിൽ പ്രധാന പ്രചരണ ആയുധമാക്കി കുഴപ്പമില്ല. അതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്ത യാത്ര ഞാൻ കണ്ടിരുന്നു. അത് കണ്ടിരുന്നു. ആ സ്പോൺസേർഡ് ചർച്ച അതിലത്തെ ഞാൻ പറഞ്ഞത് എൻ്റെ പ്രസംഗം എടുത്ത് നോക്കിയിട്ട് പറയണം. എൻ്റെ പ്രസംഗം എന്താണെന്ന് നോക്കിയിട്ട് പറയണം. എൻ്റെ പ്രസംഗത്തിലെ എല്ലാ വാചകവും എടുത്തിട്ട് ഒന്ന് നോക്കുക. ആ വാചകത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനൊന്ന് വിശകലനം ചെയ്യും. ഈ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞ ഇതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് തൊട്ട് മുമ്പായി കുടിശ്ശിക തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി വിതരണം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് പാവപ്പെട്ട ജനങ്ങളെയല്ല. അത് ജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെച്ചിട്ട് തങ്ങളുടെ കഴിവുകേടും തങ്ങളുടെ കെടുകാര്യസ്ഥതയും ന്യായീകരിക്കാൻ വേണ്ടി എന്റെ തലയിലോട്ട് കയറിയാൽ കയറിക്കോ, തിരിച്ചു ഞങ്ങളും പറയും. മലപ്പുറത്ത് +1 സീറ്റ് വലിയ പ്രതിസന്ധിയിലാണ്. അല്ല, മലപ്പുറം ആ കാര്യത്തിനത്തെ മറുപടി പറയാത്തത്? മലപ്പുറം ജില്ലയോട് കാണിച്ച ഏറ്റവും വലിയ വഞ്ചനയല്ലേ, ചതിയല്ലേ? നിങ്ങളെല്ലാം ഡൽഹി മാധ്യമ പ്രവർത്തകരല്ലേ? നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തവരല്ലേ? ഡൽഹി മാധ്യമ പ്രവർത്തകരാണല്ലോ. ഒരു ജില്ലയിൽ കണക്ക് മാത്രം പറയുക,
ആ ജില്ലയിലെ കണക്ക്, എല്ലാ ജില്ലയിലെ കണക്ക് പറഞ്ഞിട്ട് കൂടെ അതും പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഒരു ജില്ലയിലെ കണക്ക് മാത്രം എടുത്ത് കാണിക്കുക. എന്നിട്ട് ഇതെല്ലാം ദേശവിരുദ്ധത്തിന് വരുന്ന പണമാണെന്ന് പറയുക. ഏത് തെളിവാണുള്ളത് സർക്കാരിൻ്റെ കയ്യിൽ? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അത് പറഞ്ഞത്? എന്നിട്ട് പിന്നെ വിവാദമായപ്പോൾ അത് PR-ന്റെ ആണെന്ന് പറഞ്ഞിട്ട് PR കൊടുത്താണെന്ന്. ഏത് PR? ആരേൽപ്പിച്ച PR ആണ്? താങ്കളിപ്പോൾ ചോദിച്ച ചോദ്യം തന്നെ. +2 ഞാൻ അന്വേഷിച്ചപ്പോൾ ആവശ്യത്തിന് +2 സീറ്റുകൾ, ചില സ്ഥലത്ത് +2 സീറ്റുകൾ അധികമാണ്. മലപ്പുറത്ത് ആവശ്യത്തിന് +2 സീറ്റുകളില്ല. ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെ സീറ്റുകളടക്കം കൂട്ടിയിട്ടാണ് +2 സീറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞത്. അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെ ഫീസ് ആരാ കൊടുക്കുക? പാവപ്പെട്ടവർ എങ്ങനെ കൊടുക്കുക? പാവപ്പെട്ട കുട്ടികൾ എങ്ങനെ പഠിക്കും? അത് ചർച്ച ചെയ്യട്ടെ. ഈ സർക്കാരിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നേരെ നിന്ന് ഇവിടെ ചോദിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ പ്രസ്താവന കണ്ടിരുന്നു കഴിഞ്ഞ ദിവസത്തെ? എത്ര ആർജവത്തോടെയാണ്, എത്ര തൻ്റെയിടത്തോടെയാണ് അമിത്ഷായ്ക്കെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും ചോദ്യം ചോദിച്ചത്. കർണാടക മുഖ്യമന്ത്രി ചോദിക്കുന്ന ചോദ്യം, തെലങ്കാന മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, സ്റ്റാലിൻ്റെ ചോദ്യം 4 ദിവസം മുമ്പാണ് അത് വന്നത്. കേരളത്തിലെ ഇന്നിപ്പം നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ പറഞ്ഞ കുന്നുകൾ ഇടിച്ചിട്ടാണ് ഈ പാത ഉണ്ടാക്കാൻ പോയിട്ടുള്ളത്. വിദഗ്ധ സമിതിയുടെ കണ്ടെത്തലായിട്ട് മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തയാണ്. എന്നിട്ട് ഇന്നലത്തെ വാർത്ത എന്താണ്? ദേശീയപാതയെല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതെല്ലാം ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്, എല്ലാം കാര്യങ്ങളും ഭംഗിയായിട്ടാണ് നടക്കുന്നത്, എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രശ്നമില്ല, സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ പറയുന്നു. ഇത്രയും വലിയ അവിടെ ഒന്ന് പോയി സന്ദർശിച്ചില്ല, ഇത്രയും വലിയ ക്രമക്കേടുണ്ടായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇപ്പം പിന്നെ ഫോറിൻ ഫണ്ടിന്റെ കാര്യം വന്നു. ഇന്നലെ ഞാൻ കേട്ടു നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരൊക്കെ ഇടുണ്ട്. അത് ചർച്ചാ വിഷയമല്ല. കേരളത്തിൽ ഇടേണ്ട കാര്യം എന്താണ്? കേന്ദ്രത്തോട് ഇത്ര പേടി? PSC ചെയർമാൻ പറഞ്ഞ അതേ ഗൗരവത്തോടുകൂടി CM ഗഡ്കരിയോട് പറയില്ല എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അല്ല, അത് ഇന്നലെ വന്നല്ലോ, മാധ്യമങ്ങളിൽ വന്നത് ഞാൻ കണ്ടതാണ്. കാരണം അവര് PSCയുടെ മുമ്പിൽ വന്ന റിപ്പോർട്ടാണ് ഡിസൈൻ ഫെയിലിയർ ആണെന്ന് കൃത്യമായിട്ടും ട്രാൻസ്പോർട്ട് സെക്രട്ടറി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ മുമ്പാകെ വന്ന റിപ്പോർട്ടാണ്. അത് രേഖകളിലുണ്ട്. ഡിസൈൻ ഫെയിലിയർ ആണ്. അത് ചോദ്യം ചെയ്യാൻ എന്താ പേടി? ഇന്ന് ഗഡ്കരി കാണുമ്പോൾ അത് ചോദ്യം ചെയ്യുന്നു. അത് ഞാൻ ചോദിക്കാൻ നമുക്ക് കണ്ടറിയാം. അല്ല, അങ്ങനെയല്ല, ഞാൻ കണ്ട ബ്രീഫിംഗ് അതല്ല. വേഗ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് അങ്ങനെയാണ് കണ്ടത്. അത് വാസ്തവാണോ ഇല്ലോ അവര് വ്യക്തമാക്കി. അങ്ങനെയല്ലേ? സമയബന്ധിതമായി തീർക്കുന്നതൊന്നും ആർക്കും വിരോധമില്ല. ഈ പറയുന്ന കൊള്ളക്കാർക്ക് കൊള്ള ചെയ്യാനും നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ തകർച്ചയിലേക്ക്, ജനങ്ങളുടെ ജീവന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നത്തിലേക്ക് പോകാനും അനുവദിച്ചുകൊണ്ടാണോ സമയബന്ധിതം? ജീവൻ സുരക്ഷ നമ്മൾ ചോദിക്കട്ടെ, കൂരിയാടെ അപകടം ഇത് പൂർത്തിയാക്കിയിട്ടായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു കാഷ്വാലിറ്റി? ഇതൊരു പൂർത്തിയാക്കിയ സമയത്താണ് ആ റോഡിലൂടെ പോയിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ കാഷ്വാലിറ്റി? അപ്പോൾ സുരക്ഷ നോക്കാതെ അവർ തന്നെ സമ്മതിക്കുന്നതിന്റെ ഡിസൈൻ ഫോൾട്ടാണെന്ന്, അവർ തന്നെ ഇതിനകത്ത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ സമയബന്ധിതമായി തീർക്കുന്നവരെ അതിന്റെ അർത്ഥം എന്താണ്? ഇന്ന് വരെ അവരാരും കേന്ദ്രമന്ത്രിയോട് പറഞ്ഞിട്ടില്ല. ദേശീയപാത അതോറിറ്റി കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടല്ല അവിടെ വന്നത്, PSC ആവശ്യപ്പെട്ടിട്ടാണ് വന്നത്. ഈ PSCയുടെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നതേ ഈ അവിടുത്തെ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ഒരു പങ്ക് ഇതിലുണ്ട് എന്നൊരു സംശയമുണ്ട്. കാരണം ഇതിന് ഉത്തരവാദിത്തപ്പെട്ട കുറെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ജീവൻ അല്ല, സംസ്ഥാനത്ത് ഇത് ആകാശത്തൂടെ ഒന്നുമല്ലോ പണിയുന്നത്, നമ്മുടെ സംസ്ഥാനത്തെ ഭൂമിയിലൂടെയല്ലേ, നമ്മൾ കൊടുത്ത ഭൂമിയല്ലേ. ഇതിനകത്ത് കോർഡിനേഷൻ കമ്മിറ്റികളുണ്ട്, എഗ്രിമെന്റ് ഉണ്ടായിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്, NHAI തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് അനുസരിച്ച് കേരള ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ചെയ്തു കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അത് ചെയ്യട്ടെ. ഈ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ബന്ധം ഉപേക്ഷിക്കുകയാണല്ലോ. 2024 മാത്രമുള്ളൊരു സംവിധാനം. അല്ല, അതിനകത്ത് അവരുടെ നിലപാട് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരും ഞങ്ങൾ ഉദ്ദേശിച്ച അതേ രീതിയിൽ കത്ത് കൊടുക്കുന്നതെന്നാണ്. അതിപ്പോ ചിലർക്ക് ചിലയിടങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കേരളത്തിൽ ഞങ്ങൾ ഇവിടെ ഉൾപ്പെടുന്നവർ കേരളത്തിൽ ഒന്നിച്ച് അങ്ങോട്ട് പോരാടുകയല്ലേ. അത് സംസ്ഥാനം ദേശീയ തലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടായിട്ടുള്ള സംവിധാനമാണ്. പക്ഷെ സുപ്രധാനമായ വിഷയങ്ങളിലെല്ലാം ഒന്നിച്ച നിലപാടെടുക്കാറുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട പാർട്ടികളും ഒപ്പിട്ടിരിക്കുന്നതാണ്. Subscribe to One India and never miss an update.